നവി മുംബൈയിൽ ഫ്ളാറ്റിന് തീപിടിച്ച് 3 മലയാളികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. 6 വയസ്സുകാരി വേദിക ബാലകൃഷ്ണൻ, സുന്ദർ ബാലകൃഷ്ണൻ, പൂജ രാജൻ, കമല ഹിരാൽ ജെയിൻ എന്നിവരാണ് മരിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നത് വ്യക്തമല്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ ആളുകൾ നാട്ടിലെവിടെയുള്ളവരാണ് എന്നറിയാമോ? അപകടം എങ്ങനെയാണ് ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? മധു, ഇവർ നാട്ടിൽ എവിടെയാണ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ വൈകാതെ ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വാശിയിലുള്ള മലയാളം സമാജം ആളുകളും അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചയോടെ, അതായത് 12:30 മണിയോടുകൂടിയാണ് ഈ രഹേജ റെസിഡൻസി എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. പ്രാഥമികമായിട്ടുള്ള നിഗമനം ഷോർട്ട് സർക്യൂട്ട് എന്നാണ്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ നേരം ഈ പരിശോധനയെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ എന്താണ് കൃത്യമായി തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ 10ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും നിലകളിലാണ് തീപിടിച്ച് പൂർണ്ണമായും കത്തിയത്. 10ാമത്തെ നിലയിൽ ആദ്യം തീ പടരുന്നു, പിന്നീട് ആ തീ 11ാമത്തെയും 12ാമത്തെയും നിലകളിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. പുലർച്ചെ 4 മണിയോടെയാണ് തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചത്. അതും 8 സംഘങ്ങൾ, ഫയർഫോഴ്സിൻ്റെ 8 സംഘങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ട് ഒരുപാട് മണിക്കൂർ നേരം നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിലാണ് അണയ്ക്കാൻ സാധിച്ചത്. 4 പേർ മരിച്ചു. അതിൽ 3 പേർ മലയാളികളാണ്. 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ നമുക്ക് വിവരമായി ലഭിച്ചിരിക്കുന്നത്. ഈ 10 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സാ സഹായങ്ങളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം കൂടിയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ വാശി സെക്ടർ 14ലാണ് ഈ രഹേജ റെസിഡൻസി എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയം വരുന്നത്. അവിടെയാണ് ഈ 10ാം നിലയിൽ താമസമുണ്ടായിരുന്ന കുടുംബത്തിലെ തന്നെ, മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കുടുംബത്തിലെ തന്നെ 3 പേരാണ്. അച്ഛനും അമ്മയും മകളുമാണ് മരിച്ചിരിക്കുന്നത്. പൂജ സംഭവമാണ് ഉണ്ടായത്. നവി മുംബൈയിലാണ് അപകടമുണ്ടായത്.